എവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ വികാരങ്ങളെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കണം എന്നാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. ഒറ്റ സാധനം മാത്രമാണ് നിങ്ങളിൽ ഉണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, സമയത്ത് ഉപയോഗിക്കുന്നില്ല. ഐ വാണ്ട് ട്രൈ ഇല്ല, ഐ വാണ്ട് ട്രൈ, നോ അക്സെപ്റ്റൻസ്. ഐ വിൽ മേക്ക് ഇറ്റ് മാത്രമേ ഉള്ളൂ. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് നിങ്ങൾ ഏവരെയും ഇന്നത്തെ രസമുള്ളൊരു സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുഞ്ചിരിയോടുകൂടി തുടങ്ങാം. അങ്ങനെയാണല്ലോ, നമ്മളൊരു ബെറ്റിൽ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പുഞ്ചിരി വരുമല്ലേ. അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ആ ബെറ്റിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് എത്ര പേർക്കുണ്ട് അവർക്ക് ചേരാം. ഇതെല്ലാം കാശ് വെച്ചുകൊണ്ടുള്ള കളികളാണ്. നോക്കൂ, എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം, ജീവിതത്തിൽ പരാജയത്തിൻ്റെ കാരണങ്ങളിൽ 90% അശ്രദ്ധ കൊണ്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ എത്ര പേർക്കത് അംഗീകരിക്കാൻ പറ്റും? ശ്രദ്ധക്കുറവിൽ നിന്നാണ് പരാജയം നമ്മളെ തേടിയെത്തുന്നത്. എന്താണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും എന്താണ് നമുക്ക് ചെയ്യാനുള്ളതെന്നും നമുക്ക് പൂർണ്ണമായൊരു ബോധ്യം അല്ലെങ്കിൽ ശരിയായ അവബോധം ഇല്ലാത്തതല്ല, ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും അങ്ങനെ പറ്റുന്നത്. ഇല്ല എന്ന വാക്കില്ല, ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. ഇതാരുടെയും കുറ്റമായിട്ട് എടുക്കണ്ട, അങ്ങനെയല്ല പറയുന്നത്. എവിടെ എപ്പോഴെങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എപ്പോഴെങ്ങനെയൊക്കെ നമ്മൾ ബോധത്തിലിരിക്കണം എന്നതാണ് എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം. ബോധമില്ലാത്തവരാരും ഉണ്ടാവില്ല, എല്ലാവർക്കും ബോധമുണ്ട്. അതിലേറ്റക്കുറച്ചിലുകൾ സമയാസമയങ്ങളിലും സന്ദർഭാസന്ദർഭങ്ങളിലും മാത്രമേ മാറുന്നുള്ളൂ, അല്ലാതെ അതില്ലാത്തൊരവസ്ഥ വരില്ല. ഇതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ. അതാണ് ഇപ്പം നേരത്തെ നമ്മളൊന്ന് പരീക്ഷിച്ചത്. ഇത് ഞങ്ങൾ ശരിക്കും നമ്മളിവിടെ പല ക്ലാസ്സുകളിൽ പല വട്ടങ്ങളിലായി നിങ്ങളെ അത് ഉദ്ബോധിപ്പിച്ചത് കൊണ്ട് ഞാൻ തുടക്കം കുറിക്കുമ്പോൾ തന്നെ ചിലവരെല്ലാം ആദ്യം പോയി മ്യൂട്ട് ചെയ്ത് മുഖമൊക്കെ പൊത്തി ഇങ്ങനെ നിന്നു. കാരണം ഒരു കാരണവശാൽ നമ്മൾ അതിൽ മാറില്ല എന്നുള്ള തീരുമാനിച്ചു. കാരണം ഇത് പല ഘട്ടങ്ങളിലൂടെ നമ്മൾ കടത്തി കൊണ്ടുവന്നത് കൊണ്ട് നമുക്ക് പറ്റുന്നു. പക്ഷെ ഇതൊരു പരീക്ഷണം മാത്രമാണ്. ഇതല്ല യഥാർത്ഥത്തിൽ എവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ നമ്മുടെ വികാരങ്ങളെ കൃത്യമായി നമുക്ക് ഉപയോഗിക്കണം എന്നാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. എന്തുകൊണ്ട്? ഒരു ഉദാഹരണം പറയാം. ഞാൻ പറയാൻ വരുന്ന സബ്ജക്റ്റ് ഇതല്ല, ഞാൻ ലാസ്റ്റ് ശരിയായ ക്ലാസ്സിലേക്ക് വരാം. ആമുഖം പറയുന്നേ ഉള്ളൂ. വീട്ടിൽ ഒരു അച്ഛൻ, അമ്മ, 2 മക്കൾ ഉള്ള ഒരു സംതൃപ്തമായ കുടുംബം എന്ന് കരുതുക. എല്ലാവരും നല്ല കണക്റ്റഡ് ആണ്, എല്ലാവരും നല്ല സ്നേഹത്തിന്റെ കൂടെയാണ് പോകുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കെയറിങ്ങും സ്നേഹവും ഒക്കെ ഉള്ള ഒരു കുടുംബം, നമ്മളുടെ നിലവിലുള്ള കുടുംബം പോലൊരു കുടുംബം. അതിൽ മകൾക്ക് പെട്ടെന്നൊരു വയറുവേദന വന്നു. ഹോസ്പിറ്റൽ കൊണ്ടുപോയി, ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നോക്കി, അകത്ത് ഡോക്ടർ പരിശോധിക്കുന്നു. അമ്മയുടെയും അച്ഛന്റെയും മാനസികാവസ്ഥ എന്തായിരിക്കണം എന്നാണ്, എന്താണ് എന്നല്ല ഞാൻ ചോദിച്ചത്, എന്തായിരിക്കണം എന്ന് നിങ്ങൾക്ക് ഒരു ഊഹമുണ്ടോ? എന്താണ് പൊതുവെ ചെയ്യുന്നത് അമ്മയും അച്ഛനും? വയറുവേദന, അതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല, എന്താണല്ലോ അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷനിൽ പഠിപ്പിച്ച അതേ തിയറി നിങ്ങൾ ഇവിടെ ഉപയോഗിക്കുക. വയറുവേദന മാത്രമേ ഉള്ളൂ. വയറുവേദനയ്ക്ക് 10,000-കണക്കിന് കാരണങ്ങളിൽ ആ കാരണങ്ങളൊന്നും ആലോചിക്കാതെ അമ്മയും അച്ഛനും ഏത് കാഴ്ചപ്പാടിലെത്തും, ഏത് വികാരത്തിലെത്തും? പരാതികളും പരിഭവവും, 100 ആൾക്കാരെ വിളിക്കലും പറയലും സങ്കടവും കാര്യങ്ങളും ഒക്കെ ആയി ആ വയറുവേദന കുഞ്ഞു കുട്ടിയുടെ അസുഖത്തിന്റെ 10 മടങ്ങ് അസുഖങ്ങൾ അച്ഛനും അമ്മയും വരുത്തി വെക്കും ആ മണിക്കൂറിനകത്ത്. ആം ഐ റൈറ്റ്? ശരിയോ തെറ്റോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ശരിയാണോ ഞാൻ പറഞ്ഞത്, തെറ്റാണോ? ആണല്ലോ. ഓക്കെ, ഇനി തിരിച്ച് അതേ ചോദ്യം ചോദിക്കാം. ആ സമയത്ത്
അമ്മയുടെയും അച്ഛന്റെയും മാനസികാവസ്ഥ എന്തായിരിക്കണം? അവർ സങ്കടത്തിന്റെ അവസ്ഥയിലിരിക്കണോ, അവർ ആത്മധൈര്യത്തിന്റെ അവസ്ഥയിലിരിക്കണോ? ഉത്തരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും എഴുതണം. അല്ലേ? ആത്മധൈര്യത്തിന്റെ അല്ലെങ്കിൽ സമാധാനത്തിന്റെ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ചെയ്യുന്നതോ? ആ കുട്ടിക്ക് ആ സമയത്ത് വേണ്ടത് സങ്കടമാണോ, കുറച്ച് സമാധാനം, കുറച്ച് സപ്പോർട്ടാണോ കൊടുക്കേണ്ടത്? നമ്മൾ എല്ലാവരും ചെയ്യുന്നത് എന്താണ്? എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ലേ ചെയ്യുന്നത്? ചിലപ്പോ അതൊരു മന്ത്ലിയുള്ള മെനസ്ട്രൽ സൈക്കിളിന്റെ ഭാഗമായി ഉണ്ടാകുന്ന വേദനയാവാം, അല്ലെങ്കിൽ ഒരു ഗ്യാസ്ട്രിക് ഇഷ്യൂ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് പോയിസൺ ആവാം. ദർ ആർ മെനി റീസൺസ്. നമ്മൾ എവിടേക്ക് ആരെയൊക്കെ വിളിക്കും, എന്തൊക്കെ ചെയ്യും, ഏതൊക്കെ കാര്യം, നമ്മളല്ല, ഈ ആൾക്കാർ. ഇതാണ് ഞാൻ പറഞ്ഞ്, ഇതറിയാമല്ലോ. ആത്മധൈര്യം കൊടുക്കേണ്ടതാണ്, സപ്പോർട്ട് കൊടുക്കണം, എല്ലാവർക്കും അറിയാം. അറിയാത്തവരാരും ഉണ്ടാവില്ല, അല്ലേ? പക്ഷെ നമ്മൾ അവിടെ എന്ത് സാധനം നഷ്ടപ്പെടുന്നു? ആ സമയത്ത് നമുക്ക് എന്താണ് ആ സമയത്ത് സാധനം നഷ്ടപ്പെടുന്നത്? നമുക്ക് അതിന്റെ പേര് പറഞ്ഞേ, സ്വയംബോധം നമുക്ക് നഷ്ടപ്പെടുന്നു. ബോധം, നമ്മുടെ കയ്യിലുള്ള ആ ബോധ അവസ്ഥ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇതല്ലേ സംഭവിക്കുന്നത്? അതുകൊണ്ടല്ലേ ആ വിഷയങ്ങൾ അത്രയും വഷളാവുന്നത്. എന്താണ്? ആദ്യം ഫോൺ എടുക്കും, അമ്മായി അമ്മയെ വിളിക്കും, അമ്മായിയപ്പനെ വിളിക്കും, മരുമകനെ വിളിക്കും, മരുമകനെ വിളിച്ച് നാട്ടിലെ മൊത്തം ആൾക്കാരെയും വിളിച്ച് ഏഷ്യാനെറ്റിൽ കൊടുത്ത പോലെ, ഏഷ്യാനെറ്റ് ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ചാനൽ, അതുകൊണ്ട് ഏഷ്യാനെറ്റ് പബ്ലിഷ് ചെയ്ത പോലെ മൊത്തം പബ്ലിഷ് ചെയ്യും. കാരണം എത്രയുണ്ടോ അവക്കൊരു വേറെ. ഈ കേട്ട ആൾക്കാരോ അത് അതിനേക്കാളും പൊങ്ങും തൊടിയും തെറിച്ച്, ദേ കണ്ടോ അവിടെ മോൾ എന്തോ ഉണ്ടോ, എന്തോ ഉണ്ട് പോലും, എന്തുണ്ട്? പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പുതിയ വ്യാഖ്യാനങ്ങളുമായി ആ കുടുംബത്തിൽ സംഭവിക്കേണ്ട എല്ലാം സംഭവിച്ച നമുക്ക് സമാധാനം. ആഹാ, സമാധാനം. എല്ലാ കാര്യമുണ്ടോ? ഇങ്ങനെയല്ലേ ലൈഫിനെ ഇങ്ങനെ ആക്കിയെടുക്കുന്നത്? ഈ ഇരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ എല്ലാം ലൈഫിൽ ഇതുപോലെ സിറ്റുവേഷനിലൂടെ അല്ലേ കടന്നു വന്നിട്ടുള്ളത്? നിങ്ങൾ എല്ലാവരും ഇപ്പോഴും നിങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നത്. ഇപ്പൊ ഏകദേശം കുറെ ആൾക്കാർ മാറിയിട്ടുണ്ടാവും. ഇതല്ലേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഒറ്റ സാധനം മാത്രമാണ് നിങ്ങളിൽ ഉണ്ട്, ഉപയോഗിക്കുന്നില്ല. ഉപയോഗിക്കുന്നുണ്ട്, സമയത്ത് ഉപയോഗിക്കുന്നില്ല. ആ സമയത്ത് ആ സാധനം ഉപയോഗിക്കുക എന്നതാണ് സ്വയംബോധത്തിന്റെ പ്രത്യേകത. ഇത് മാത്രം മതി ജീവിതത്തിലെല്ലാം മാറ്റിയെടുക്കാൻ. നമ്മളൊക്കെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്ന ഇത് തന്നെ. നിങ്ങൾ എന്ത് വിഷയം പറഞ്ഞു കഴിഞ്ഞാലും അതിന് മറുപടി പറയുന്ന ഒറ്റ കണ്ടീഷൻ വെച്ചുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് ആ ബോധത്തിനെ അവിടെ കൊണ്ടുപോയി. യെസ്, ജയപ്രിയ പറഞ്ഞ കേട്ടോ. മുമ്പ് വരെ അങ്ങനെയായിരുന്നു, ഇപ്പോഴങ്ങനെയല്ല, മാറി. നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാറും. മൊത്തത്തിൽ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ട് മാറിയവരല്ലേ എവിടെ ഇരിക്കുന്നത്? ഇപ്പൊ മാറി എന്ന് മാറിയവരെല്ലാവരും കൈപൊക്കി, ഹാൻഡ് റൈസ് ചെയ്ത്, ഈ സംഭവം ഞങ്ങൾക്കിപ്പോ മാറ്റമുണ്ടായി എന്നവരെല്ലാം കൈപൊക്കി. എങ്ങനെ മാറ്റം ഉണ്ടായി നിങ്ങൾക്ക്? ക്ലാസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടല്ലേ മാറ്റം ഉണ്ടായത്? നിരന്തരമായ പ്രാക്ടീസ്, ഇതിലല്ലേ മാറ്റം ഉണ്ടായത്. ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യാത്തവർക്ക് മാറ്റമുണ്ട് എന്ന് പറയാനും പറ്റില്ല. ഇപ്പോഴും ഈ വിഷയത്തിൽ കിടന്നാലേ ഇതല്ല വേണ്ടത് എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുന്നു. ഇത് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. സിമ്പിളായിട്ട് നമ്മുടെ വേദം മുതൽ ഇങ്ങോട്ട് മുഴുവൻ പറഞ്ഞിട്ടുള്ളത് ഈ ഒരൊറ്റ കാര്യത്തെയാണ്. നിങ്ങൾ എവിടെ, ഭഗവാൻ അർജുനോട് പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്, അല്ലേ? നീ ഇന്ന് ഇവിടെ നിൽക്കണോ, ഡൂ ദാറ്റ്. ഇന്നത്തെ കർമ്മം ചെയ്യും, നാളത്തെയും ഇന്നലത്തെയും നീ ആലോചിക്കേണ്ടില്ല, ഇപ്പോഴത്തെ കാര്യം ചെയ്യും. അതൊക്കെ പിന്നെയാണ്. ഇത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. പക്ഷെ നമ്മൾ എന്താ ചെയ്യുന്നത്? കാഴ്ചപ്പാടുകളിലൂടെ അങ്ങനെ ആയിരിക്കുമോ, ഇങ്ങനെ ആയിരിക്കുമോ. അഡ്വാൻസ് ലോ ഓഫ് അട്രാക്ഷൻ പഠിപ്പിച്ച ഏറ്റവും പ്രബലമായ ടെക്നിക്കാണ് കാഴ്ചപ്പാടിന്, പെർസെപ്ഷൻ, ലോ ഓഫ് പെർസെപ്ഷൻ, കാഴ്ചപ്പാടിന്റെ നിയമം. കാഴ്ചപ്പാടുകളാണ് നമ്മൾ എല്ലാം മാറ്റുന്നത്. അപ്പൊ ഇത് മാറ്റുക, ഇതിൽ മാറ്റമുണ്ടാക്കുക. അപ്പൊ ഇതേ കാഴ്ചപ്പാടോടുകൂടി കൊച്ചി പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഇതുവരെയുള്ള കാഴ്ചപ്പാടിനെ മാറ്റിവെച്ച് കൊച്ചി പ്രോഗ്രാമിലേക്ക് പുതിയ കാഴ്ചപ്പാടുമായിട്ട് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളൂ. ഇനി അത് പഴയ കാഴ്ചപ്പാടല്ല നിങ്ങൾക്ക് വേണ്ടത്, പുതിയ കാഴ്ചപ്പാടാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കാഴ്ചപ്പാടുകൾ മാറ്റുക. എനിക്ക് പറ്റത്തില്ല, എനിക്കതില്ല, എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല, ട്രെയിൻ കയറാൻ പറ്റത്തില്ല, ബസ് കയറാൻ പറ്റത്തില്ല, ദൂരമല്ലേ, എൻ്റെ നാടല്ലല്ലോ, ഇതെല്ലാം കാഴ്ചപ്പാടെല്ലാം കഴിഞ്ഞുപോയി. അത് ഇന്നലെ വരെ ഉണ്ടായിരുന്നു, ഇന്നു മുതലില്ല.
ഓക്കെ, മനസ്സിലാക്കുക. ഞാനേ ഇനി ഒരു കഥ പറയാം. മനോഹരമായൊരു കഥ. വേണോ? കഥ നിങ്ങൾക്ക് ഇഷ്ടമാണ് എല്ലാവർക്കും? കഥ ഇഷ്ടമുള്ളവരെല്ലാവരും കൈപ്പൊക്കെ. ഇനി ഇങ്ങനെ പറയാം. മക്കളെ, ഒരിടത്തൊരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. അങ്ങനെ വേണോ കഥ? അല്ല, റിയാലിറ്റി പറയാം. അങ്ങനെ പറയാം. ഒരിടത്തൊരിടത്ത് ഒരു കർഷകനുണ്ടായിരുന്നു. ആ കർഷകന്റെ വീടിന്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു കർഷകൻ കൂടി ഉണ്ടായിരുന്നു. ഒരു കർഷകൻ, ഈ ഒന്നാമത്തെ കർഷകൻ, അതിരാവിലെ 5 മണി മുതൽ പാടത്തിറങ്ങും. പണിയോട് പണി, ഒരു മിനിറ്റ് ഇരിക്കാൻ സമയമില്ലാത്ത പണി. വിളവുകൾ നടത്തും, അത് ചെയ്യും, ഇത് ചെയ്യും. രാത്രി 10 മണി വരെ പണിയാണ്. ഏതെങ്കിലും സമയത്ത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വരും, ഷു, എന്റെ ആ പണി ബാക്കിയാണ്, ഈ പണി ബാക്കിയാണ്, അത് ചെയ്യാണെന്ന് വെച്ച് 24 മണിക്കൂറിൽ ഒരു 6 മണിക്കൂർ ഉറക്കം കഴിച്ച ബാക്കിയല്ല, 6 മണിക്കൂർ ഉറക്കം അല്ല, 6 മണിക്കൂർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ സമയത്തും പണി. തൊട്ടടുത്തുള്ള മറ്റൊരു കർഷകൻ 5 മണിക്ക് എഴുന്നേക്കും, 7 മണി വരെ പാടത്ത് ജോലി ചെയ്യും, 7 മണിക്ക് തിരിച്ച് വീട്ടിൽ വരും, ഒന്ന് ഫുള്ളായിട്ട് റിലാക്സ് ചെയ്യും, എന്നിട്ട് വീണ്ടും ഒരു 9 മണിക്ക് പാടത്ത് പോകും, വീണ്ടും 9 മണി തൊട്ട് 11 മണി വരെ പണിയെടുക്കും, 11 മണിക്ക് വരും, എന്നിട്ട് വീണ്ടും ഒരു 3-4 മണിയാകുമ്പോൾ വീണ്ടും പോകും, ഒരു 7 മണി പണിയെടുക്കും, തിരിച്ച് വീട്ടിൽ വരും. അദ്ദേഹം, രണ്ടാമത്തെ ആൾ, കൃത്യമായി ഭക്ഷണം കഴിക്കും, കൃത്യമായി കുടുംബത്തിന്റെ കൂടെ ചെലവഴിക്കും, കൃത്യമായി സമൂഹത്തിന്റെ കൂടെ ചെലവഴിക്കും, കൃത്യമായി വിളവുകളുടെ കൂടെയും ചെലവഴിക്കും. ആദ്യത്തെയാൾ കൃത്യമായി ഭക്ഷണം കഴിക്കാൻ സമയമില്ല, കുടുംബത്തിന് കൂടെ സമയം, കാരണം അദ്ദേഹം വളരെയധികം കഷ്ടപ്പെടുകയാണ്, വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണ്. ചോദ്യം ഇതാണ്, കഥയിലെ ചോദ്യം ഇതാണ്, ഇതിൽ ആരായിരിക്കും ഏറ്റവും വലിയ സമ്പന്നനായി മാറുന്നയാൾ? ആരായിരിക്കും ഏറ്റവും സമ്പന്നനായി മാറുന്നയാൾ? ഒന്നാമത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ? ഒരാൾ രാവിലെ 3 മണി തൊട്ട് രാത്രി 10 മണി വരെ പണിയെടുത്ത് എല്ലാ കൃഷിയും നന്നായിട്ട് ചെയ്യുന്നയാള് പണക്കാരനാവില്ല. ഈ ആകെ കുറച്ച് സമയം മാത്രം പണി ചെയ്യുന്ന ഒരാൾ സമ്പന്നനാവുന്നത് എങ്ങനെ നിങ്ങൾ പറയാ? എന്താണ് ലോജിക്കത്? ശരിയാണ്? നിങ്ങൾ ഇങ്ങനെയാണ് ലോകം കണ്ട് നിങ്ങൾ എന്താണ് ഇങ്ങനെ കഥ പറഞ്ഞ് ഞാൻ വെറുതെ ആയല്ലേ? തിരുത്തണം ആർക്കെങ്കിലും. ഇത്ര മണിക്കൂർ പണിയെടുക്കുന്ന അദ്ദേഹം അല്ലേ പൈസക്കാരനാവും, പണക്കാരനാവുന്നത്? ഇത്ര എല്ലാ വിളവുകളും 3 മണിക്കുള്ള വിളവുകൾ, വിളവുകളെ പറ്റി ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ പണ്ട് ചെയ്തതുകൊണ്ട് വിളവുകളൊക്കെ നല്ല വിളവുകൾ കിട്ടൂലേ? നല്ല കാര്യം ചെയ്യൂലേ? ഒറ്റ പൈസ ചെലവില്ല അദ്ദേഹത്തിന്, കുടുംബത്തിന് കൂടെ പുറത്തു പോകുന്നില്ല, സമൂഹത്തിൽ പോകുന്നില്ല, കിട്ടുന്ന കാശ് മുഴുവൻ അദ്ദേഹം വെച്ചിട്ടുണ്ട്. അപ്പൊ അയാളല്ലേ ഒന്നാമത്തെ ആളല്ലേ കാശുകാരനാവുള്ളൂ? തിരുത്തണം, ആർക്കും തിരുത്തണം. ഒന്നാമത്തെ രണ്ടാമത്തെ ചോദിക്കാം, ഒന്നോ രണ്ടോ വീണ്ടും പറഞ്ഞു തിരുത്തിക്കോളൂ. ആ, പണം കൊണ്ട് അദ്ദേഹം സമ്പന്നനാകുമായിരിക്കും, ബട്ട് അദ്ദേഹം ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കില്ല. ഇതാണ് ജേണി ടു ഹാപ്പിനെസിന്റെ സ്റ്റോറി. ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സന്തോഷത്തിലേക്കുള്ള യാത്ര. സന്തോഷം എന്ന് പറയുന്നത് അധ്വാനിച്ചത് കൊണ്ട് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. സമയമുണ്ടാക്കിയിട്ട് പൈസക്കാരനായതിനു ശേഷം വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമേ അല്ല. ഹാപ്പിനെസ് കനോട്ട് ബൈ വിത്ത് മണി എന്ന് പറയാറുണ്ട്. നിങ്ങൾ ആരെങ്കിലും കാശ് കൊടുത്ത് സന്തോഷം വാങ്ങിക്കുന്നുണ്ടോ ഇപ്പോ? അതിന് കാശില്ലല്ലോ സാറേ എന്ന് പറയണ്ട. ഉണ്ടോ? എന്നാൽ ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ആർക്കാ സന്തോഷം വേണ്ടത്? എനിക്ക് 1000 രൂപ തന്നാൽ ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാം. വേണം? എത്ര പേർക്ക് വേണം? എനിക്ക് 1000 രൂപ തന്നാൽ സന്തോഷം. നിങ്ങൾ 10,000 തന്നാൽ കൂടുതൽ സന്തോഷം തരാം. 1,00,000 തന്നാൽ അതിനേക്കാളും സന്തോഷം തരാം. 10,00,000 തന്നാൽ ഫുൾ സന്തോഷം തരാം. വേണം? എൻ്റെ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്. ഓരോ പാക്കറ്റൊക്കെ എടുത്ത് വെച്ച് ആർക്കൊക്കെ വേണം? സാധിക്കില്ലല്ലേ? തരാൻ പറ്റും,
അനുഭവിക്കാൻ സാധിക്കില്ല എന്നറിയാം. എനിക്ക് തരാൻ പറ്റും, പക്ഷെ അത് അനുഭവിക്കേണ്ടതാ. തന്നാൽ മാത്രം കാര്യമില്ലോ. തന്നത് കൊണ്ട് കിട്ടിയത് കൊണ്ട് കാര്യമില്ല. ഇത് അനുഭവിക്കണമെങ്കിൽ അകത്ത് നമ്മൾക്ക് മാറ്റം ഉണ്ടാകണം. അകത്താണ് സന്തോഷം അനുഭവിക്കുക. സന്തോഷം എന്ന് പറയുന്നത് അകത്താണ്. അദ്ദേഹത്തിന് ഞാൻ ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമാണ്. ഇതുപോലെയുള്ളവരായിരുന്നു നിങ്ങൾ എല്ലാവരും ഇതിനു മുമ്പ്, അല്ലെ? ഇവിടെ വരുന്നതിന് മുമ്പ് നിങ്ങളെല്ലാം ഇതുപോലെ ആയിരുന്നില്ലേ? അത് ചെയ്തു തീർന്ന് സന്തോഷിക്കാം, ഇത് ചെയ്യട്ടെ, അത് കിട്ടട്ടെ, അത് ആ പണി ഒന്ന് തീരട്ടെ, ഈ ജോലി ഒന്ന് തീർന്നിട്ട് മതി നമുക്ക് എന്നല്ലേ നിങ്ങൾ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴോ? ഇപ്പൊ വീട്ടുകാർ അമ്മയെ ചോറ് തരുമോ, അത് പോയി കിച്ചണിൽ എടുത്ത മോനെ എന്ന് പറയുന്ന അവസ്ഥയാണ്. ക്ലാസ്സിനടുത്ത് പറയും രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കാം, അല്ലെങ്കിൽ യോ എൻ്റെ കുഞ്ഞിക്ക് ചായ കൊടുത്തില്ല എന്ന് പരാതി. ഇപ്പൊ പറഞ്ഞ മോനെ മോളെ അത് പോയി എടുത്തോട്ടോ ചോദിച്ചാൽ. ഇപ്പൊ വീട്ടുകാർ ചോദിക്കുന്നത് നിർത്തി, കാരണം ചോദിച്ചിട്ട് കാര്യമില്ലെന്നറിയാം, അതുകൊണ്ട് ചോദിക്കുന്നത് നിർത്തി ആൾക്കാർ. ഇതല്ലേ ഇപ്പോഴത്തെ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ആവശ്യമുള്ള. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സദ്യ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എന്തോരം പ്ലാനിങ് ആയിരുന്നു, മണിക്കൂർ ഇരുന്ന് പ്ലാൻ ചെയ്യും. അത് വേണം, ഇത് വേണം, മറ്റേ സാധനം വേണം, ഇങ്ങനെ സാധനം വേണം. ഭർത്താവിന് 4 കൂട്ടം കറികളില്ലാതെ സദ്യ ഉച്ചക്കത്ത് ഭക്ഷണം കൊടുക്കത്തില്ല. ഇപ്പോഴോ 1-2 ഉണ്ടാക്കി വെച്ചിട്ട് വാ നമുക്കിത് കഴിക്കാം. ഇപ്പോഴാണോ അങ്ങനെ കഴിക്കുമ്പോഴാണോ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നത്? അല്ല, വിഭവസമൃദ്ധമായ സംഭവം ഉണ്ടാക്കി കൊടുത്തപ്പോഴാണോ നിങ്ങൾക്ക് യഥാർത്ഥ സന്തോഷം കിട്ടിയത്? ഏതിലാണ്? ഒരു തട്ടിക്കൂട്ട്, അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് റെഡിയാക്കി വെച്ച് എന്നാ കഴിച്ചോളൂ, വാ നമുക്ക് എല്ലാവർക്കും കൂടി കഴിക്കാം എന്ന് പറയുന്നതിലാണോ സന്തോഷം? അല്ലെ? വിഭവസമൃദ്ധമായ വളരെ കഷ്ടപ്പെട്ട് 5-6 ഐറ്റം ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതല്ലല്ലോ നിങ്ങൾ സന്തോഷം നേടുന്നത്, അല്ലെ? മാറ്റം അവിടെയാണ് ഉണ്ടാവുന്നത്. നമ്മള് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ സന്തോഷം. ഞാൻ പലപ്പോഴും മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറയായിരുന്നു, ഇപ്പൊ നോക്കൂ, നിങ്ങള് കിച്ചണിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ പണ്ട് കറി ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉപ്പിട്ടോ എന്ന് തൊട്ട് നാവ് വെച്ച് നോക്കുമായിരുന്നു. ഇന്ന് ചെയ്യാറുണ്ടോ? എത്ര പേര് ചെയ്യാറുണ്ട്? ഇന്നതിൽ മാറ്റം വന്നിട്ടുണ്ടോ? ഇന്നത് ചെയ്യേണ്ടതല്ലാത്തൊരവസ്ഥ വന്നിട്ടുണ്ടോ? നമ്മുടെ ക്ലാസ് വന്ന് പ്രാക്ടീസ് ചെയ്ത ബോധം ഉൾപ്പെട്ടപ്പോൾ, ബോധം കൊണ്ടുവച്ചപ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടോ? അത് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇല്ലല്ലോ, മാറ്റമുണ്ടല്ലോ. 100% ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഉപ്പ് ഇട്ടു, അത് കൃത്യഭാഗമായിരിക്കും എന്നുള്ള കൃത്യബോധം നമുക്കുണ്ടാവും. എല്ലാം കറക്റ്റ് ആയിരിക്കും. പണ്ട് ഡിസ്ട്രാക്ഷനിലൂടെ ഒരേ സമയത്ത് പല പണികൾ ചെയ്തുമ്പോ നമുക്ക് ഏത് ചെയ്തു ഏത് ചെയ്തില്ലെന്ന് അറിയില്ല. ഇന്ന് നമ്മൾ ചെയ്യുന്നു, കുറച്ചേ ചെയ്യുന്നുള്ളൂ, പക്ഷെ നല്ല ശ്രദ്ധയോടെ ചെയ്യുന്നു, അതുകൊണ്ട് എല്ലാം ഭംഗിയാണ്. മുമ്പേ നിങ്ങള് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് ഭർത്താവോ മക്കളോ നല്ലതാണെന്ന് പറയാൻ കാത്തിരിക്കുമായിരുന്നു. ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ. ഇന്നോ അവരെന്ത് പറഞ്ഞു എന്ത് പറഞ്ഞില്ല നമുക്കൊരു വിഷയമേ അല്ല. നമുക്കറിയാം നമ്മൾ ഉണ്ടാക്കിയത് എന്താണെന്ന് അറിയാം. അത് സന്തോഷപൂർവ്വം നമ്മൾ അനുഭവിച്ചങ്ങ് പൊക്കോളും. ആണോ അല്ലേ? അല്ലേ? ഇതാണ് വ്യത്യാസം. ജീവിതത്തിൽ വ്യത്യാസം ഇങ്ങനെയാണ് അനുഭവിക്കുക. ഇങ്ങനെയാണ് എല്ലാവർക്കും അനുഭവിക്കുക. അപ്പൊ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എല്ലാവരോടും നിങ്ങളെ പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് നിങ്ങളെ അനുഭവിപ്പിച്ച് തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് പുറമേയുള്ള പഠിപ്പിക്കല്ല, അകമേയുള്ള മാറ്റത്തിന് നിങ്ങൾ എല്ലാവരെയും വിധേയരാക്കിയിട്ടുണ്ട്. എല്ലാവരെയും. ഇവിടെ ഒരാൾക്ക് പോലും ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. അത്രയും കൃത്യമായിട്ട് അനുഭവങ്ങളിലൂടെ നിങ്ങളെ മാറ്റപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും അനുഭവങ്ങളാണ്. പ്രാക്ടീസ് ചെയ്തവന്, അല്ലാതെ ക്ലാസ്സിൽ കയറിയവനല്ല. വീണ്ടും പറയും, ക്ലാസ്സിൽ കയറി ഇനി പ്രാക്ടീസ് ചെയ്യാത്തവരുണ്ട്, വീണ്ടും പറയുന്നു, പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് എന്തും നേടാൻ സന്തോഷം, സമാധാനം, സംതൃപ്തി. ആ പറഞ്ഞെന്താ അറിയോ? സാറിന്റെ ക്ലാസ് പണം കൊടുത്ത് വാങ്ങി സന്തോഷം കിട്ടുന്നു, അപ്പോൾ പണം കൊടുത്ത് സന്തോഷം വാങ്ങാം. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നിനക്ക് സന്തോഷം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ തന്നോളൂ, പോരട്ടെ. എനിക്കതിലൊരു ഒരു അഹങ്കാരവും ഇല്ല കേട്ടോ. നിങ്ങൾ നേരത്തെ പറഞ്ഞപ്പോൾ നമ്മള് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ടീം പറയുന്നുണ്ട്, 25 ലക്ഷം സാറിന് കൊടുത്താൽ നഷ്ടമില്ല, 50 ലക്ഷം കൊടുത്താൽ നഷ്ടമില്ലെന്ന്. അവരൊക്കെ ഇനിയിപ്പോ 25-50 ലക്ഷം എനിക്ക് പ്രതിഫലം തരാൻ പോവുകയാണ്. അതൊക്കെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കൂട്ടിത്തരാം, എത്ര വേണമെങ്കിലും കൂട്ടിത്തരാം, അത്രയും ഞാൻ നൽകുന്നു നിങ്ങൾക്ക്. അതിൽ യാതൊരു തർക്കമില്ല.
കൂട്ടിത്തരാൻ നിങ്ങൾക്ക് ആവട്ടെ. അപ്പോഴാണ് നമ്മൾ ചെയ്തതിൻ്റെ ഗുണം കിട്ടുക. നിങ്ങളോട് വീണ്ടും ഞാൻ പറയുന്നു, പുതിയതായിട്ട് കേൾക്കുന്നവരോട്, യൂട്യൂബ് കേൾക്കുന്നവരോട്, നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിക്കുന്നല്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരും ഒരു രൂപ പോലും ചെലവഴിക്കണ്ട, ഒരു രൂപ പോലും തരികയും വേണ്ട. മാറ്റമുണ്ടായി എന്നും ഇനിയും എനിക്ക് കൂടുതൽ മാറ്റം വേണമെന്നും ഫ്രീ ക്ലാസ്സുകളിലൂടെ കയറി മാറ്റം ഉണ്ടാവുകയും എനിക്ക് കൂടുതൽ മാറ്റം കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം പെയ്ഡ് സെഷനിലേക്ക് വന്നാൽ മതി. അല്ലാത്തവരാരും വരണമെന്നില്ല. എന്താ അറിയോ, ഞാൻ പറയുന്നത് ഫൈനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തികമായിട്ട് നിങ്ങൾ സ്വയം ഉണ്ടാക്കിയിട്ട് വേണം നിങ്ങളെ ഉദ്ധരിക്കാൻ. ഉദ്ധരേതാത്മാനം, അവനവനെയാണ് ഉദ്ധരിക്കേണ്ട, മറ്റൊരാളെ കാശുകൊണ്ട് നിങ്ങൾ ഉദ്ധരിക്കേണ്ട. അപ്പൊ ആൾക്കില്ലേ, ആദ്യം പോയിട്ട് ഉണ്ടാക്കാനുള്ള ഫ്രീ സെഷൻസ് ആണ്. ക്ലാസ്സുകളെല്ലാം ടെക്നിക്കായിട്ടും എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വിത്തൗട്ട് യൂട്യൂബ് കാണുന്നതിന് ആർക്കും ചിലവൊന്നുമില്ലല്ലോ. ഈ സൂം സെഷനിൽ വരുന്നതിന് ആർക്കും ചിലവില്ലല്ലോ. ഇത് ഫ്രീ ആണ്, എല്ലാവർക്കും ഉണ്ടല്ലോ. ഇവിടെ ഒന്ന് ഉണ്ടാക്കും, എന്നിട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് വരും. കൂടുതൽ എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രം. അപ്പോൾ അതിനേക്കാളും കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ കൊച്ചി പ്രോഗ്രാം വന്നോളൂ. വരാതിരുന്നാലോ, അല്ലെങ്കിൽ പാരടി പാടിയ പോലെ പാടേണ്ടി വരും കേട്ടോ. ഞാൻ പരാതി പറയില്ല, നിങ്ങളുടെ പരാതി തീരില്ല. വരാതിരുന്നാലോ എൻ്റെ പരാതി തീരില്ല, എൻ്റെ അല്ല നിങ്ങളുടെ പരാതി തീരില്ല. എനിക്കൊരു പരാതിയില്ല. അപ്പോൾ ബുക്ക് ചെയ്യുന്നവരെ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ. ഒരു കാര്യം കൂടി തീരുമാനിച്ചിട്ടുണ്ട്, ഇവിടെ ആരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവിടെയുള്ളവർ ആരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, പബ്ലിക്കിലൂടെ ഇടുകയാണ്. ഇനി ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കോച്ചിങ് എന്ന് പറയുന്ന ഒരു പാഷന് തിരഞ്ഞെടുക്കാനും ആത്മാർത്ഥമായി കോച്ചിങ് ചെയ്ത് സമ്പത്ത് സൃഷ്ടിക്കാൻ, അതായത് പണം മാത്രമല്ല, സമൂഹത്തിൽ നമ്മുടെ വാല്യൂ ഉയർത്താനും ജീവിതത്തിൽ മറ്റാൾക്കാരാൽ അംഗീകരിക്കപ്പെടാനും ആരാധിക്കാനും മറ്റുള്ളവരിൽ നിന്നും ഉയർന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ആയി നിൽക്കാനും അതിലൂടെ സാമ്പത്തിക, മാനസിക, ശാരീരിക, സാമൂഹിക സമ്പത്ത് സൃഷ്ടിക്കാനും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യാം. ഞാൻ വീണ്ടും കോച്ച് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ സെലക്റ്റീവായ ആൾക്കാരെ മാത്രമേ എടുക്കുള്ളൂ. ഇതൊരു പാഷനായിട്ട്, ശരിയായിട്ട് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് നമ്മൾ കോച്ച് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു ബാച്ച് ഓൾറെഡി കഴിഞ്ഞ ഒരു ബാച്ച് വന്ന് ഒരു 2-3 ബാച്ചിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ആൾക്കാർ ഇപ്പം നിങ്ങൾ എൻ്റെ കൂടെ വന്നിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലേ. നിങ്ങളെ പഠിപ്പിക്കുന്ന ഇപ്പോൾ അവരാണ്. അതുപോലെ അവർക്കെല്ലാം നന്നായിട്ട് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതാണ് നിങ്ങൾ പഠിപ്പിച്ചു തരുന്നത്. അതുപോലെ ഇനി നിങ്ങൾക്ക് ഇവിടെയും പ്രാക്ടീസ് ചെയ്യാം, പുറത്തു പോയി പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിൽ A to Z കാര്യങ്ങൾ. കാരണം ഞാൻ കോച്ചിങ് തുടങ്ങിയത് ഫ്രം ദ സ്ക്രാച്ച് ആണ്. ആദ്യത്തെ ലെവൽ മുതൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലെവൽ വരെ സിമ്പിൾ പ്രോസസ്സിലൂടെയാണ് ഞാൻ കടന്നുപോയത്. ഇതുപോലെ എന്നെപ്പോലെ ഇരുന്നിട്ട് പ്രാക്ടീസ് ചെയ്യാൻ മനസ്സുകൊണ്ട്, കൃത്യമായ പ്രാക്ടീസ് കൊണ്ട് ഉള്ളവർക്ക് നമ്മൾ വളരെ സെലക്റ്റീവ് ആൾക്കാരെ മാത്രം എടുക്കുന്നു. അതിൻ്റെ സ്ക്രീനിങ് ഒക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മാത്രമേ എല്ലാവരും എടുത്തിട്ട് കാര്യമില്ല. കാരണം പ്രാക്ടീസ് ചെയ്യാൻ അത്രയും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാക്കാം. നമ്മൾ ആലോചിച്ച് നോക്കി, ഒരു മാസം നിങ്ങൾക്കൊരു സിമ്പിളായിട്ട് പറയാം, ഏറ്റവും പിന്നെ എനിക്ക് എത്ര കിട്ടുന്നു ഞാൻ ഇപ്പോൾ തൽക്കാലം പറയുന്നില്ല കേട്ടോ, കീപ്പിംഗ് സൈഡ്. ഒരു 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാൻ ഒരു 4 മണിക്കൂർ ഒരു ദിവസത്തെ പണിയിലൂടെ, 4 മണിക്കൂറുള്ള ഫുൾ വർക്കിലൂടെ 10 ലക്ഷം രൂപ ഒരു മാസം വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടെങ്കിലും ഒന്ന് കൈപൊക്കിയേ. ഐ വാണ്ട് ട്രൈ ഇല്ല, ഐ വാണ്ട് ട്രൈ, നോ അക്സെപ്റ്റൻസ്. ഐ വിൽ മേക്ക് ഇറ്റ് മാത്രമേ ഉള്ളൂ. ഐ വാണ്ട് ട്രൈ നമ്മുടെ അടുത്ത് ഇല്ലേ ഇല്ല. അങ്ങനെ സർ, യഥാർത്ഥത്തിൽ ആർക്കും പറ്റും. ഒരൊറ്റ കാര്യമുള്ളൂ, ഞാനിത് ചെയ്യുമെന്ന ദൃഢനിശ്ചയമുള്ളവർക്ക് ഒരു മാസം മിനിമം 10 ലക്ഷം രൂപ വരുമാനമല്ല കേട്ടോ, അത്രയും നന്നായിട്ട് റിസൾട്ട് ആൾക്കാർ കൊടുക്കാൻ പറ്റുന്ന
നമ്മളിവിടെ ഉള്ള വഴി നമ്മൾ പറഞ്ഞു ആത്മബോധത്തിലേക്ക് എത്തുന്ന അവസ്ഥയിൽ അല്ലെങ്കിൽ എന്താ ജ്ഞാനോദയത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് സംഭവിക്കുന്നത്. മറ്റേ ഒരുപാട് കോച്ചുകളുണ്ട്, ഞാൻ ആരെയും കോച്ചുകളൊന്നും കുറച്ച് ഇത് പറയുന്നില്ല. തട്ടിക്കൂട്ടൽ പരിപാടികൾ കൊണ്ട് നടക്കുന്ന ഒരുപാട് കോച്ചുമാരുണ്ട്. നിങ്ങൾ നോക്കുക, അവരാരും സബ്സ്റ്റെയിൻ ആയിരിക്കില്ല. അവർ ഒരു മാസം ചിലപ്പോൾ 2-3 ലക്ഷം രൂപ ഉണ്ടാക്കിയെന്ന് വരും, അടുത്ത മാസം സീറോയിലേക്ക് പോവുകയും ചെയ്യും. പക്ഷെ നമ്മുടെ വഴി അതല്ല, ദ കൺസിസ്റ്റൻസി വേ. ഇന്ന് മലയാളത്തിൻ്റെ കാര്യം പറയില്ല, ഇന്ത്യയിൽ ഒരു മാസം 25 കോടി രൂപ ലഭിക്കുന്നവർ എത്ര പേരുണ്ടെന്ന് പറയും. 25 കോടി രൂപ ഒരു മാസം കോച്ചിങ്ങിലൂടെ മാത്രം സമ്പാദിക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്ന് പറയും. കേരളത്തില് 1 കോടി രൂപ ഒരു മാസം കോച്ചിങ്ങിലൂടെ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടോ? 1 crore. അവരെത്ര പേരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുണ്ടാവും ആലോചിച്ച് നോക്കി. കോച്ചിങ് ഇൻഡസ്ട്രി ഇസ് നോട്ട് സ്മോൾ തിങ്സ്. പക്ഷെ അവിടെ ആർക്കും കളിക്കാൻ പറ്റില്ല. അവൻ അതിനനുസരിച്ചുള്ള നല്ല ധൈര്യവും ഈഗോ വിടിഞ്ഞ മനസ്സും വേണം. പണിയെടുക്കാൻ ആത്മാർത്ഥമായി ചെയ്യാൻ നിൽക്കൽ സുഖമായി ചെയ്യാവുന്നതാണ്. നമുക്ക് പഠിക്കാൻ എല്ലാം പറ്റും, പക്ഷെ പഠിക്കുന്നതല്ല, അതിനൊരു മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റും. കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യം ചെയ്താൽ എല്ലാവർക്കും പറ്റും. താല്പര്യമുള്ളവർ മാത്രം പറഞ്ഞോളൂ, നോക്കിയിട്ട് തീരുമാനിക്കാം. എല്ലാവരും എടുക്കൂല, താല്പര്യം മാത്രം കൊണ്ട് കാര്യമില്ല, നോക്കിയിട്ട് മാത്രമേ എടുക്കുള്ളൂ. കുറച്ച് പേരെ മാത്രം ഞാൻ വീണ്ടും കോച്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്.